ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. എല്ലാവർക്കും ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠനം 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ 3 ദിവസം 3 ചാപ്റ്റർ നമ്മുടെ പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ കർമ്മയോഗം എന്നുള്ള അധ്യായം നമ്മൾ കണ്ടു. എങ്ങനെ കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ അതിൽ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ആരാ പറയാ എങ്ങനെയാ കർമ്മം ചെയ്യേണ്ടത്? അസൂയ കൂടാതെ ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ, അല്ലെ, ഉടമസ്ഥാവകാശ ബോധം ഇല്ലാതെ വേണം നമ്മൾ എല്ലാ പ്രവൃത്തിയും ചെയ്യേണ്ടത്. 4 യുഗങ്ങളെ പറഞ്ഞു, പിന്നെ 4 ആശ്രമങ്ങളെ പറഞ്ഞു, അല്ലെ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഒരു 100 വർഷത്തെ ആയുസാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ അതിനെ 4ആക്കി ഡിവൈഡ് ചെയ്താല് 25 വർഷം ബ്രഹ്മചര്യാണ്, വിദ്യ അഭ്യസിക്കാനൊക്കെ ഉള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള 25 വർഷം ഗാർഹസ്ഥ്യം, മക്കളെ പരിപാലിക്കുക, വീട് നോക്കുക, അല്ലെ. പിന്നീടുള്ള 25 വർഷം വാനപ്രസ്ഥം എന്നാ. പണ്ടൊക്കെ ഒരു മുതിർന്ന പുത്രൻ പ്രാപ്തനായ പിന്നെ പിതാവ് വാനപ്രസ്ഥത്തിന് പോകും, അല്ലെ. പിന്നീട് സന്യാസം. അങ്ങനെ സന്യാസം നേരിട്ട് ഓടിച്ചെന്ന് എടുക്കേണ്ടതല്ല സന്യാസം, അല്ലെ. എല്ലാ ആശ്രമങ്ങളും ചെയ്ത് കർമ്മവാസനകളൊക്കെ നശിച്ചിട്ടാണ് സന്യാസത്തിലേക്ക് പോകേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു. 3 ഗുണങ്ങളെ പറഞ്ഞു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം പറഞ്ഞു. പിന്നെ ഇഹലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണ്? നമ്മുടെ കാമമാണ്. കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ പറഞ്ഞു, അല്ലെ. ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധിയാണ്. അങ്ങനെ ഇന്നലെ നമ്മൾ അധ്യായം കണ്ടു. ഇന്നത്തെ അധ്യായത്തില് ഈശ്വരനെയും ആത്മാവിനെയും അവ തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ചുള്ള ജ്ഞാനം, അതാണ് ജ്ഞാനയോഗം എന്നുള്ള 4ാം അധ്യായം. അതീന്ദ്രിയ ജ്ഞാനമാണത്. എന്താണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാല്? ട്രാൻസെൻഡന്റൽ നോളജ് ആണ്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ദൈവിക ജ്ഞാനമാണ്, അല്ലെ. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നോളജ് പോലല്ല. അത് കുറെ നിലവാര കൂടുതലുള്ളതാ, അല്ലെ. അത് ഗോപ്യമായതാ, അല്ലെ. അതൊക്കെ ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരാണ്. അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആ ജ്ഞാനം മോക്ഷം പ്രദാനം ചെയ്യും. ആ ജ്ഞാനാർജനം കൊണ്ട് നമുക്ക് എന്താ നേട്ടം? നമുക്ക് ഇവിടുന്ന് ഈ ഭൗതികതയിൽ നിന്നുള്ള മോചനാണ് കിട്ടുക. പിന്നെ ഈ അധ്യായത്തിൽ പറയുന്നത് എന്താ? ഭഗവത്ഗീതയുടെ പൂർവ്വകാല ചരിത്രം പറയുന്നുണ്ട്. കാലാകാലങ്ങളിലെ ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ച്, അതിന്റെ ഉദ്ദേശം, പ്രാധാന്യം എന്നിവയൊക്കെ പറയും. പിന്നെ സാക്ഷാത്കാരം നേടിയ ഒരു ആചാര്യനെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത, അതും ഈ അധ്യായത്തിലൂടെ വിവരിക്കുന്നുണ്ട്. 2ാം അധ്യായത്തിൽ നമ്മൾ ആത്മതത്വമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഭഗവത് തത്വമാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്, വെളിപ്പെടുത്തി തരുന്നത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ. യഥാരൂപം, ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാല്
ഭഗവാൻ എങ്ങനെയാണോ ഈ ജ്ഞാനം പകർന്നു തന്നത്, അത് അതേ രൂപത്തില്, നോ ഡെലിഷൻസ്, കറക്ഷൻസ്, അഡീഷൻസ് ഒന്നുമില്ല. അതേ രൂപത്തില്, അതാണ് യഥാരൂപം. ആ ജ്ഞാനം അതേ രൂപത്തില് തന്നെ ജ്ഞാനം നമ്മളില് എത്തുകയാണ്. ഒന്നാമത്തെ ശ്ലോകം ഭഗവാൻ തന്നെയാ പറയണത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ അബ്രവീത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഭഗവത്ഗീതയുടെ പൂർവകാല ചരിത്രം പറയാണ്. നമ്മൾ ഇതുവരെ എന്താ മനസ്സിലാക്കിയത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് 5000-ൽ പരം വർഷം മുമ്പ് ഭഗവാൻ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു. അതാ നമ്മളിപ്പോ മനസ്സിലാക്കിയിരിക്കണേ. അതല്ല, അതിലും പഴയ ചരിത്രമാണ് ഭഗവത്ഗീതയ്ക്കുള്ളത്. പൂർവകാല ചരിത്രം എത്രയോ 12,04,00,000 വർഷം മുമ്പ് ഭഗവാൻ ഇത് വിവസ്വാൻ ഉപദേശിച്ചിട്ടുണ്ട്. ആരാണ് വിവസ്വാൻ? സൂര്യദേവനാണ്. സൂര്യദേവൻ സൂര്യൻ എന്നുള്ളത് ഒരു പോസ്റ്റാണ്. പ്രധാനമന്ത്രി ഒരു പോസ്റ്റാണ്. അതുപോലെ സൂര്യൻ ഒരു പോസ്റ്റാണ്. ഇപ്പൊ ആ സൂര്യദേവനായിട്ടുള്ളത് വിവസ്വാനാണ്. അന്ന് വിവസ്വാന്റെ ഇപ്പോഴും അതെ, വൈവസ്വത മന്വന്തരം എന്നതാ പേര് വരണത്. നമ്മുടെ മന്വന്തരം എന്താ? വൈവസ്വതം. അപ്പൊ വിവസ്വാന് അങ്ങനെ ഈ യോഗത്തിനെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ പിന്നെ അത് ആർക്ക് കൊടുത്തു? മനുഷ്യവംശ പിതാവായ മനുവിന്. മനുഷ്യവംശപിതാവ് മനു ആയത് എങ്ങനെയാ? ആ മനുവിന്റെ വംശപരമ്പര നമ്മളായത് കൊണ്ട് നമ്മൾ മനുഷ്യൻ എന്നറിയപ്പെട്ടു, അല്ലെ? മനുഷ്യവംശപിതാവ് മനുവിന് ഭഗവാൻ വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു. മനു തന്റെ പുത്രനായിട്ടുള്ള ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇവിടുത്തെ പിക്ചർ നോക്കൂ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അത് ആർക്കാ കൊടുത്തത്? സൂര്യദേവനായിട്ടുള്ള വിവസ്വാന് കൊടുത്തു. അത് അതേ രൂപത്തിൽ തന്നെ മനുവിന്, മനുഷ്യവംശപിതാവായിട്ടുള്ള മനുവിന് കൊടുത്തു. മനു സ്വന്തം പുത്രനായിട്ടുള്ള ഇക്ഷ്വാകുവിന് കൊടുത്തു. അങ്ങനെ അത് പരമ്പരയ്ക്കാണ് പ്രാധാന്യം. അപ്പോഴ് അതിന് നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടു അല്ലേ, ഒരു വയറും സോക്കറ്റും ഒക്കെ ഉണ്ടാവും, കേബിള്. അതിന് കേബിളിന് കട്ട് വന്നാൽ ശരിയായിട്ട് ചാർജ് കിട്ടില്ല. അതുപോലെ ഈ പരമ്പര, ഈ സക്സഷൻ ഉണ്ടല്ലോ, അത് ഈ മുറിഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ട് കട്ടായി പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ശരിയായ ജ്ഞാനമല്ല. ഓരോരുത്തരും ഭഗവത്ഗീതയ്ക്ക് പലരും പല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അത് അവരുടെയൊക്കെ ഭാവത്തിനനുസരിച്ചിട്ട് എഴുതാണ് ചെയ്യണത്. അപ്പൊ അത് ആക്ച്വൽ ആയിട്ടുള്ള നോളജ് ആവണം എന്നില്ല. അപ്പൊ പരമ്പരയിലൂടെ കിട്ടണം. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ശ്ലോകം, ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു സകാലേനേഹ മഹതാ യോഗോ നഷ്ടഃ പരം തപാ. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. ഇപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെയാ നേടുക? 42 ശ്ലോകങ്ങളിലൂടെ ഈ അതീന്ദ്രിയ ജ്ഞാനം, ജ്ഞാനവിജ്ഞാന യോഗം എന്നുള്ളതിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്മരണാതീത കാലം മുതൽക്കേ മനുഷ്യന് കൈവന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത. അപ്പൊ ഇത് ആർക്കെല്ലാമാണ് ഉപദേശിക്കപ്പെട്ടത് എന്നുള്ള പൂർവകാല ചരിത്രം പറഞ്ഞു. ഭഗവാനുമായിട്ട് ശാശ്വത ബന്ധം വേണം നമുക്കൊക്കെ, അല്ലെ? അങ്ങനെ ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കുക, അതിനാണ് ഈ മനുഷ്യ ജീവിതം എന്നുള്ളത്. ഈ ജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു നൽകാൻ അന്നത്തെ രാജാക്കന്മാരൊക്കെ ബദ്ധശ്രദ്ധരായിരുന്നു. അവരെയൊക്കെ രാജ ഋഷികൾ എന്നാ പറയാ. രാജാവ് മാത്രമല്ല, അവര് ഋഷി തുല്യരായിരുന്നു. അവര് വിദ്യാഭ്യാസം, സംസ്കാരം, ഭക്തി എന്നിവയിലൂടെയാണ് അവരത് പ്രജകൾക്ക് എത്തിച്ചത്. ഈ മഹത്തായ ശാസ്ത്രത്തിന്റെ സഹായത്താല് ഈ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെ വിജയം കൈവരിക്കാം, എങ്ങനെ സഫലമാക്കാം എന്നുള്ളത് അവര് അറിഞ്ഞിരുന്നു. ഈ മന്വന്തരത്തിലെ സൂര്യദേവൻ വിവസ്വാനാണ്. ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ, അറിയാം. അങ്ങനെ ആ വിവസ്വാൻ മനുവിന്, മനു ഇക്ഷ്വാകുവിന്, ഇക്ഷ്വാകു പിന്നെ രാജർഷികൾക്ക്, അങ്ങനെ പരമ്പരയായിട്ട്
4 പരമ്പരകളുണ്ട് നമുക്ക് രാജപരമ്പരകളായിട്ട് രാജർഷികൾ ഈ ഉപദേശം ഇങ്ങനെ ആചരിച്ചു പോന്നു. ഇത് പരമ്പരാഗതമാണ്. എപ്പോഴും നമ്മൾ പരമ്പരയിലൂടെ വേണം ഈ വിദ്യകളൊക്കെ നേടാന്. ഇപ്പൊ വിവസ്വാൻ, പൂഷാവ്, തൊഷ്ടാവ്, പർജന്യ, മിത്ര, അര്യമ, ധാത, വരുണ, അംശ, ഭുഗ, ഇന്ദ്ര, വിഷ്ണു, അങ്ങനെ 12 ആദിത്യന്മാരുണ്ട് എന്നാണ്. അതില് ഒരു ആദിത്യനാണ് വിവസ്വാൻ. ഇപ്പൊ ഭഗവത്ഗീത അതിന്റെ തനിമ അല്ലെങ്കിൽ മേന്മ, ഗുണം അതൊക്കെ അംഗീകരിച്ചാൽ തന്നെ മനുഷ്യവർഗത്തിന് അതൊരു വരദാനമാണ്. അതിനെ അംഗീകരിക്കണം, മനസ്സിലാക്കണം, അത് പ്രായോഗികമാക്കണം. ജീവിതത്തില് സർവസമ്മതമായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ്. അന്നത്തെ ജ്ഞാനം തന്നെയാണ് ഇന്നും പ്രസക്തമായിട്ടുള്ളത്. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. 12 കോടി 4 ലക്ഷം വർഷം മുമ്പാണ് വിവസ്വാന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഭഗവാൻ. അതേ സിലബസ് തന്നെയാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഭഗവാനെ കുറിച്ച് അറിഞ്ഞ ഗുരു പരമ്പരയിൽ നിന്ന് വേണം ഇത് ഗ്രഹിക്കാൻ. അപ്പോഴാണ് നമുക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാ ഇവിടെ പരമ്പര കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇസ്കോൺ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലാണ് വരുന്നത്. അതിന്റെ ഗുരുക്കന്മാരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 32ാമത്തെ ഗുരുവാണ് ശ്രീല പ്രഭുപാദ്. ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്, ശിഷ്യ പരമ്പര കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ശിഷ്യ പരമ്പര നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണനാ അല്ലെ ആദ്യം ബ്രഹ്മാവിനും അറിവ് കൊടുത്തു. ബ്രഹ്മാവ് തന്റെ മാനസപുത്രനായിട്ടുള്ള നാരദർക്ക് കൊടുത്തു. നാരദര് പിന്നെ വ്യാസദേവന് പകർന്നു കൊടുത്തു. പിന്നെ മധ്വാചാര്യര്, പിന്നെ ഇടയിൽ കുറെ പേര് കഴിഞ്ഞിട്ട് 22ാമത് ചൈതന്യ മഹാപ്രഭു. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണന്റെ തന്നെ കലിയുഗ അവതാരമാണ്, കരുണ അവതാരമാണ്. പതിതാത്മാക്കളായിട്ടുള്ള നമ്മളോടൊക്കെയുള്ള കരുണ കൊണ്ട് അങ്ങനെ ഭക്തന്റെ രൂപത്തില് അല്ലെ ജനിച്ചതാണ്. ഭക്തിയുടെ മഹിമ, നാമജപത്തിന്റെ മഹിമ ഒക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും സ്വധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അല്ലെ ഭഗവത്ഗീത, ഈ വൈദിക ജ്ഞാനം നമുക്ക് പകർന്നു തരാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറെ പേരുണ്ട്. പിന്നെ 32ാമത്തെയാണ് നമ്മുടെ ആത്മീയ ആചാര്യനായിട്ടുള്ള AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദൻ. 3ാമത്തെ ശ്ലോകം. സ ഏവായം മയാതേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഈ അതീന്ദ്രിയ ജ്ഞാനം, ട്രാൻസെൻഡന്റൽ നോളജ് എന്ന് പറയുന്നത് എന്താണ്? അത് ഗുഹ്യമാണ്, ഗുപ്തജ്ഞാനമാണ്. അതെല്ലാവർക്കും ഒന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല അല്ലെ. ദൈവികത ഉള്ളിലുള്ളവർക്ക് മാത്രമാണ് അതൊക്കെ ഗ്രഹിക്കാനും സാധിക്കുള്ളൂ. അപ്പൊ അർജുനനെ പോലെ ഒരാൾക്ക് സാധിക്കും. കാരണം എന്താ? അർജുനൻ ഒരു ഭക്തനാണ്, പിന്നെയോ ഫ്രണ്ടാണ് അല്ലെ, മിത്രമാണ്. മാത്രല്ല ഇപ്പോ ശിഷ്യനും കൂടെയാണ് അല്ലെ. ഗുരുവായിട്ട് ഭഗവാനെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ ശിഷ്യനായി സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. വെറും ഫ്രണ്ട് മാത്രല്ല, ഇപ്പൊ ഭക്തനാണ്, ശിഷ്യനാണ്, സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പുരാതനമായ ശാസ്ത്രം വിവരിച്ചു തരുന്നത്. ഈ അതീന്ദ്രിയമായ ജ്ഞാനം ഉണ്ടല്ലോ, അത് വളരെ സീക്രട്ട് ആയിട്ടുള്ളതാ. ഗ്രഹിക്കാൻ നിനക്ക് കഴിവുള്ളത് കൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാണ്. മനുഷ്യബുദ്ധി ഉണ്ടല്ലോ, രാഗദ്വേഷങ്ങൾക്ക് കീഴടങ്ങിയപ്പോൾ ആസക്തി, ഭൗതികതയോട് ആസക്തി വന്നു അല്ലേ, ക്രോധം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ജ്ഞാനം നശിച്ചു പോകാണ് ഉണ്ടായത്. കാലഹരണപ്പെട്ടിട്ടുള്ള ഈ ശാസ്ത്രം ഉണ്ടല്ലോ, അത് പ്രിയ സുഹൃത്തും ഭക്തനും ശിഷ്യനുമായിട്ടുള്ള അർജുനന് ഇപ്പൊ ഭഗവാൻ ഉപദേശിക്കുകയാണ്. അത്യന്തം രഹസ്യമാണ്, ശ്രേഷ്ഠമാണ് ഇത്. അപ്പോ നമുക്കും എന്താ വേണ്ടേ? ഭഗവാന്റെ ഭക്തനാവണം അല്ലേ, സുഹൃത്താവണം, ശിഷ്യനാവണം. അപ്പോഴാ നമുക്കും ഇത് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. 4 അർജുനൻ ചോദിക്കാണ്. അർജുന ഉവാച ആപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ന്യായമായ ഒരു ചോദ്യമാണ് അല്ലെ. ഇപ്പോ അർജുനനും കൃഷ്ണനും അവര് തമ്മില് വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല.
സമപ്രായക്കാര് പോലെ തന്നെയാ. അപ്പോഴ് അർജുനന് സംശയം വന്നു. ഇത്രയും കോടി വർഷം മുമ്പ് വിവസ്വാൻ അങ്ങ് ഇത് ഉപദേശിച്ചു എന്ന് പറയണത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിക്കാണ്. അപ്പോ പുനർജന്മത്തെക്കുറിച്ച് വ്യക്തത തരുന്ന ഒരു ശ്ലോകാണിത്. അർജുനനെ പോലെയുള്ള ഒരു ഭക്തന് കൃഷ്ണന്റെ അതീന്ദ്രിയതയെക്കുറിച്ചൊക്കെ അറിയാഞ്ഞിട്ടല്ല, കൃഷ്ണനെ വെറും ഒരു മനുഷ്യനായി കാണുന്ന നിരീശ്വരർക്ക് വേണ്ടിയിട്ട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഇത്. ഭഗവാൻ അതിന് ഉത്തരം പറയാണ്. 5-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. പരം തപ എന്നാ പറയണേ, ശത്രുക്കളെ ജയിക്കുന്നവൻ എന്നാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. അപ്പോ ഭഗവാൻ എത്ര എത്ര അവതാരങ്ങൾ എടുത്തു അല്ലേ. ഭഗവാൻ നമ്മൾ ജനിക്കണ പോലെ ജനിക്കേണ്ടതില്ല. ഭഗവാന് അദ്വൈതമച്യുതമനാദിമനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച. ഭഗവാനെ എപ്പോഴും നവയൗവനത്തിലെ നമ്മളിപ്പോ കണ്ടിട്ടുള്ളൂ അല്ലെ. ഭഗവാൻ അനാദിയാണ്, അനന്തരൂപനാണ്, ആദ്യനാണ്, പുരാണ പുരുഷനാണ്, അദ്വൈതമാണ് അല്ലെ. അച്യുതം, ഒട്ടും ചുതിയില്ലാത്ത ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മള് നമിക്കുക, ഭഗവാനെ നമ്മൾ ആശ്രയിക്കുക, ശരണാഗതി ചെയ്യുക വേണ്ടത്. ഇപ്പൊ ശത്രുക്കളെ കീഴടക്കുന്നവൻ ആണ് അർജുനൻ. ഇപ്പൊ പറയാണ്, എനിക്കും നിനക്കും ഒക്കെ എണ്ണമറ്റ ജന്മങ്ങൾ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് അതൊക്കെ ഓർമ്മിക്കാൻ കഴിയും. കാരണം ഭഗവാന് മരണമില്ല അല്ലേ. നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മളും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിലെ കാര്യങ്ങളൊന്നും പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഈ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലോ കഴിഞ്ഞ ദിവസം നടന്ന കാര്യം പോലും നമുക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ ആഴ്ച ഈ സമയം എന്താ ചെയ്തോണ്ടിരുന്നേ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. കോടി കോടി ജന്മങ്ങൾക്ക് മുമ്പുള്ള, കോടി കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളത് പോലും ഓർക്കാൻ സാധിക്കുന്നുണ്ട്. രാമനായിട്ടും നരസിംഹമായിട്ടും പല പല അവതാരമൂർത്തികൾ എടുത്തു അല്ലേ ഭഗവാൻ. ഹരേ കൃഷ്ണ. 6-ാമത്തെ ശ്ലോകം. ആജോബി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഇതൊരു ധന്യമായ ശ്ലോകാണ്. സംഭവാമ്യ ആത്മമായയാ എന്നാ പറയണത്. ഭഗവാന് 3 ശക്തികളുണ്ട്. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അതിലെ അന്തരംഗ ശക്തി എന്ന് പറയണത് യോഗമായയാണ്, ആത്മമായ എന്ന് പറയും. അപ്പൊ അത് ഉപയോഗിച്ചാണ് ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കണത്. തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ നടുവിലുള്ളതാ, അത് നമ്മൾ ജീവാത്മാക്കളാണ്. ബഹിരംഗ ശക്തി എന്ന് പറയണത് ഭൗതിക പ്രകൃതിയാണ്, അതിനെ നിയന്ത്രിക്കുന്ന ദുർഗാദേവിയാണ്. ഈ നമ്മുടെ ധാമം എന്ന് പറഞ്ഞ ഈ ദുർഗാധാമമാണ് നമ്മളുടെ ഈ ഭൂമിയൊക്കെ. അപ്പോ അങ്ങനെയുള്ള പല പല ശക്തികള് ഭഗവാന്റേതാണ്. അപ്പൊ അതാ ഭഗവാൻ ഇവിടെ പറയണേ, എനിക്ക് പിറവിയില്ല അല്ലെ. ഭഗവാന് ജനിക്കേണ്ട ആവശ്യമില്ല. എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല. ഭഗവാന്റെ ആ ശരീരത്തിന് നാശം ഉണ്ടാവണില്ല ഒരിക്കലും. ജീവജാലങ്ങൾക്കൊക്കെ അധിപതി ഭഗവാനാണ്. എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ഭഗവാൻ ഓരോ യുഗത്തിലും അവതരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ അവതാരം എങ്ങനെയാ ഉണ്ടാവണേ? സംഭവാമി ആത്മമായയാ. അതാണ് ഭഗവാൻ എങ്ങനെയാണ് ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തില് അവതരിക്കുകയാണ് ചെയ്യണത് അല്ലേ, യുഗം തോറും. ഒരു മനുഷ്യൻ പ്രാപഞ്ചിക സൃഷ്ടിയായ എത്ര മഹാനായാലും ഭഗവാനോട് തുല്യനായി തീരില്ല. നമുക്കിപ്പോ മണിക്കൂറുകൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റില്ല അല്ലേ. പ്രായേണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജന മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യോ ഹ്യുപദ്രുത എന്നാണ്. നമ്മള് ഈ ഭാഗവതത്തിലെ വരികളാ. നമ്മള് എന്താണ്, നമുക്ക് ഈ കലിയുഗത്തിലുള്ള നമ്മളെ പോലുള്ളവർക്ക് അല്പായുസ്സുകളാ. അതുപോലെ മന്ദഭാഗ്യക്കാരാ, മന്ദബുദ്ധികളാ. ബുദ്ധി വേണ്ട സമയത്തൊന്നും പ്രയോജനപ്പെടില്ല. അങ്ങനെ പല അനർത്ഥങ്ങൾ സഹിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ കലിയുഗത്തില്.
ഏഴാമത്തെ ശ്ലോകം യഥാ, ഇതെല്ലാവർക്കും അറിയുന്ന ശ്ലോകമായിരിക്കും അല്ലെ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഫേമസ് ആയിട്ടുള്ള ശ്ലോകം. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത. എപ്പോഴും ഈ വൈദിക സിദ്ധാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഭഗവാന് സ്വയം സമർപ്പിക്കും അല്ലെ, സമർപ്പിതരാവും. ഇപ്പോ ഭഗവാന്റെ നാമം ഇതൊക്കെയും ഒന്ന് തന്നെയാണ്. ഇവിടെ എന്താ പറയണേ, ഭഗവാൻ അധർമ്മം വളരുക എന്ന് വെച്ചാൽ ആസുരീക സ്വഭാവമുള്ള കുറെ പേരുണ്ടാവും അല്ലെ, ദൈവിക സ്വഭാവമുള്ളവരും ഉണ്ടാവും. നമ്മൾ ഇന്നലെ സത്വഗുണം എന്ന് പറഞ്ഞു. സത്വഗുണം എന്ന് പറഞ്ഞാല് നന്മകളുള്ള ഒരു ഗുണാണ്. അതുപോലെ രജോ ഗുണം എന്ന് പറഞ്ഞാൽ അത് കഠിന പ്രയത്നം ചെയ്യുന്നവര്, കൂടുതൽ കൂടുതൽ ആസക്തികളുള്ളവര്, അത് അവരാ, ആ കുട്ടരാ. തമോ ഗുണം എന്ന് പറഞ്ഞാല് ആസുരി സ്വഭാവത്തിൽ വരുന്നവരാ തമോ ഗുണികള്. അങ്ങനെ ആ ഗുണങ്ങള് നമ്മൾ ഇന്നലെ കുറച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അധർമ്മികൾ കൂടുതൽ ഉണ്ടാവുക, അധർമ്മം തഴച്ചു വളരുക, അതുപോലെ ധർമ്മത്തിന് ക്ഷയം കോട്ടം തട്ടുക. അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും അർജുന എന്ന് ഭഗവാൻ പറയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ പിക്ചർ കണ്ടോ, ഇത് നമുക്ക് അറിയുന്ന ഒരു കഥയാണ്. ദേവകി വസുദേവന്മാര് വിവാഹത്തില് അതിനുശേഷം ഈ കംസനാണ് അനിയത്തിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭർതൃഗൃഹത്തിലേക്ക്. അപ്പോഴൊരു അശരീരി കേൾക്കാൻ ഇടയാവുക, ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന്. അപ്പോഴ് ദേവകി ദേവിയെ വധിക്കാൻ ശ്രമിക്കാണ് അല്ലെ. അത്രയ്ക്കും അധർമ്മമാണ്, അധർമ്മിയാണ് അല്ലെ. സ്വന്തം അനുജത്തിയെ പോലും വധിക്കാൻ തയ്യാറാവുന്നു. ആ കഥയാണ് ഇവിടെ. 8ാമത്തെ ശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതും എന്താ പറയാ, ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു പറയാണ്. എന്തിനാ ഭഗവാൻ ഇങ്ങനെ യുഗം തോറും അവതരിക്കണത്? ഭക്തന്മാരെ രക്ഷിക്കണം, ദുഷ്ടന്മാരെ ഒക്കെ നിഗ്രഹിക്കണം, പിന്നെയോ ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ യുഗം തോറും അവതരിക്കണത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് കംസനും ശ്രീകൃഷ്ണനുമാണ്. കംസനെ വധിക്കാണ് അല്ലെ. കംസവധം വളരെ ഈസി ആയിരുന്നു ഭഗവാനെ സംബന്ധിച്ച്. ഭഗവാൻ അന്ന് 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനാ അല്ലെ. അപ്പോഴ് വരുമ്പോ തന്നെ കംസൻ ഭയപ്പെട്ട് സിംഹാസനത്തിൽ നിന്ന് താഴെ വീഴും. പിന്നെ കംസന്റെ മേല് കയറിയിരുന്നിട്ട് ശരീരഭാരം വർദ്ധിപ്പിച്ചു. അങ്ങനെ വധിക്കുകയാണ് ഉണ്ടായത്, അല്ലാണ്ട് ആയുധങ്ങൾ പോലും വേണ്ടി വന്നില്ല. ഹരേ കൃഷ്ണ. ഇവിടുത്തെ പിക്ചർ എന്താണെങ്കില്, ഇവിടെ 4 പേരുള്ളതില് പിന്നിലുള്ളത് വിഷ്ണുവാണ്, പിന്നെ ശ്രീരാമചന്ദ്രനാണ്, പിന്നെ ശ്രീകൃഷ്ണനാണ്, പിന്നെ 4ാമത്തെ മുമ്പിലുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലെ, ചൈതന്യ മഹാപ്രഭു സന്യാസ വേഷത്തിലുള്ളതാണ്. ഇപ്പോ ഭഗവാൻ കൃഷ്ണൻ തന്നെ കരുണാവതാരം, കലിയുഗ അവതാരമായിട്ട് വന്നതാണ് ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു. അത് ഭഗവാൻ അങ്ങനെ പിന്നെന്താ നിത്യാനന്ദ പ്രഭുവിനും അതുപോലെ പ്രതാപരുദ്ര മഹാരാജാവിനും അതുപോലെ ഒരു ആചാര്യനും ഒക്കെ, സാർവഭൗമ ഭട്ടാചാര്യ, അദ്ദേഹത്തിനുമൊക്കെ ഷഡ്ഭുജധാരിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു അവരുടെ മുമ്പില്. ഭഗവാനാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടോ, പിന്നിലത്തെ കയ്യില് അമ്പും വില്ലും ഒക്കെ ഉണ്ട് അല്ലെ. പിന്നെ ഓടക്കുഴലുണ്ട് അല്ലെ. പിന്നെ ദണ്ടും കമണ്ടലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെയാണ് എന്ന് കാണിക്കാൻ ഷഡ്ഭുജധാരിയായിട്ട് 3 തവണ ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ട്. 9ാമത്തെ ശ്ലോകം ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എന്റെ ലോകത്തിൽ എത്തുന്നു.
അപ്പൊ എന്താണിത്? ഇതും ധന്യമായിട്ടുള്ള ഒരു ശ്ലോകാണ് കേട്ടോ. അപ്പൊ എന്താ ഭഗവാൻ ഇവിടെ പറയണേ? ഭഗവാന്റെ ജനനത്തിന്റെയും അതുപോലെ ഭഗവാന്റെ പ്രവൃത്തികളുടെയും ഒക്കെ അതീന്ദ്രിയ സ്വഭാവം, ട്രാൻസെൻഡന്റൽ നേച്ചർ, അത് മനസ്സിലാക്കിയവര് മരണശേഷം പിന്നെ ഈ ഭൗതിക ലോകത്തിൽ പിറക്കേണ്ടി വരുന്നില്ല. പിന്നെ അവരെവിടെ പോകും? അവര് ശാശ്വതമായ എന്റെ ലോകത്തിലെത്തും എന്നാണ്. ഭഗവാന്റെ ലോകം അല്ലെ, കൃഷ്ണലോകം, ഗോലോക വൃന്ദാവനം, വൈകുണ്ഠത്തിന്റെയും ക്യാപിറ്റൽ ആയിട്ടുള്ള ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തും എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ്. ഭഗവാൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. സ്വന്തം പ്രകൃതിയെ ആശ്രയിച്ചിട്ട് സ്വന്തം മായാശക്തി കൊണ്ട് അവതരിക്കുകയാണ് ചെയ്യണത്. സ്വന്തം കർത്തവ്യങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആചരിക്കേണ്ടവ മാത്രം ആചരിച്ച് ജീവിക്കുക, അല്ലെ? രാഗദ്വേഷങ്ങൾക്ക് അടിമപ്പെട്ട് ജന്മമില്ല എന്നാണ്. ഇത്ര എളുപ്പാണ് അല്ലെ ജന്മമില്ലാതാക്കാന്? നല്ല എളുപ്പാണ് നമുക്ക്. ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ആ സ്റ്റാറ്റസ് മനസ്സിലാക്കുക. ഭഗവാന്റെ അവതാരങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് അറിയാം, അല്ലെ? ഏതാണ് പരമസത്യം അത് തിരിച്ചറിയാം. അങ്ങനെ വന്നാ പിന്നെ നമുക്ക് മരണ ചക്രത്തില് പെടാണ്ട് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ്. കലിയുഗത്തില് പൊതുവെ ആയുസ് കുറവാണ്, അല്ലെ? അതിനാലെ നമ്മളുടെ ഈ പ്രോസസ്സ് എളുപ്പമാക്കി തന്നു, അല്ലെ? ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലോർനാസ്ത്യേവ നാസ്ത്യേവ നാസ്ത്യേവ ഗതിരന്യഥ എന്നാണ്. ഇപ്പൊ ഹരിനാമം ജപിക്കുക, അതല്ലാതെ ഈ കലിയുഗത്തില് യാതൊരു മാർഗവും ഇല്ല. ഗതിരന്യഥ, ഒന്നും നാസ്തി നാസ്തി, ഇല്ലവേ ഇല്ല. മറ്റൊരു മാർഗം ഇല്ല. അതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇവിടെ ഈ പിക്ചർ എല്ലാവർക്കും അറിയണതാ അല്ലെ? ദാമോദര ലീല അല്ലെ? ഈ മാസം കാർത്തിക മാസം എന്നും പറയും. മറ്റൊരു പേരാണ് ദാമോദര മാസം എന്ന്. ഇപ്പൊ യശോദ മാതാവ് ഉണ്ണിക്കണ്ണനെ ഉരലിൽ കെട്ടിവെച്ച അതാണ് അല്ലെ? ദാമോദരൻ, ദാമം കയറ്, ഉദരം അല്ലെ? അങ്ങനെയാ ദാമോദര ലീല. കയറോണ്ട് വയറിൽ കെട്ടിവെച്ചിട്ട് അതിന്റെ കഥ നമുക്കൊന്ന് നോക്കാം. ഉണ്ണിക്കണ്ണൻ എങ്ങനെ ഉറങ്ങുമായിരുന്നു രാവിലെ തന്നെ. അപ്പോഴ് എന്താ ഉണ്ടായേ? യശോദ മാതാവ്, ഇങ്ങനെ ധന്യയായിട്ടുള്ള മാതാവ് അല്ലെ, ഭഗവാന്റെ അമ്മയാവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആ മാതാവ്, ധന്യയായിട്ടുള്ള യശോദ തൈർക്കല എടുത്തിട്ട് സ്വയം കടയാണ്. പുത്രന്റെ അതിമനോഹരമായ ബാലക്രീഡകളെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യണത്. അങ്ങനെ പെട്ടെന്ന് കണ്ണൻ ഉണർന്നിട്ട് ഓടി വന്ന് കയറി സ്തന്യപാനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മന്ദഹാസ സുന്ദരമായ മുഖവും നോക്കിയിട്ട് ആനന്ദസാഗരത്തില് മയങ്ങിപ്പോയി യശോദാമ്മ. അപ്പോഴാ ഓർമ്മ വന്നത്, അടുപ്പത്ത് വെച്ച പാല് തിളച്ചു പോണുണ്ട്. അത് വേഗം കുഞ്ഞിനെ താഴെ വെച്ചിട്ട് കുടിച്ച് തൃപ്തി വന്നിട്ടില്ല. അപ്പൊ ദേഷ്യം വന്നു. താഴെ വെച്ചിട്ട് പോയതാ അമ്മ പാല് ഇറക്കി വെക്കാൻ. അപ്പൊ മുഖഭാവമൊക്കെ മാറി, കോപം കൊണ്ട് ചുണ്ടുകളൊക്കെ വിറച്ച് പല്ലൊക്കെ കടിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന ആ തൈരിന്റെ കലവും വെണ്ണയുടെ കലവും ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് വെണ്ണ എടുത്തിട്ട് അവിടുന്ന് ഓടി. ശബ്ദം എന്താ കേട്ടിട്ട് എന്റെ മോന് എന്താ പറ്റിയെന്ന് അമ്മ നോക്കാൻ വരുമ്പോ എന്താ എല്ലാം അവിടെ കഷ്ണമായിട്ട് കിടക്കണു. അങ്ങനെ എന്താ വികൃതി എന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി ഓടുകയാണ്. പിന്നാലെ ഓടി, കുറെ ഓടി തളർന്നു യശോദാമ്മ. അങ്ങനെ പിടികൊടുത്തു. അപ്പൊ പറഞ്ഞു, ഇനി നിന്നെ ഉലൂഖലത്തില് ബന്ധിക്കട്ടെ, ഉരലില് കെട്ടിവെക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടാൻ നോക്കിയപ്പോ 2 അങ്കുലം കുറഞ്ഞു, 2 ഇഞ്ച് കുറഞ്ഞു കയറ്. അങ്ങനെ എത്ര കയറ് കൂട്ടി വെച്ച് നോക്കിയപ്പോഴും 2 ഇഞ്ച് കുറയും. എന്താണത്? നമ്മുടെ പരിശ്രമവും ഒപ്പം ഭഗവാന്റെ കരുണയും വേണം എന്നാണ് കാണിക്കണതേ. അപ്പോ നമ്മുടെ ശരണാഗതി വേണം. അങ്ങനെ കെട്ടാൻ പറ്റണില്ല. അങ്ങനെ അമ്മ ആകെ വിഷമിച്ചു.
അപ്പൊ ചുറ്റും നിന്ന ഗോപികമാരൊക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ആർക്കും പിടികിട്ടാത്ത ആ പരബ്രഹ്മത്തിനെ കെട്ടാൻ നോക്കുകയാണ് അല്ലേ യശോദാമ്മ. അങ്ങനെ അവസാനം അമ്മയെ കളിയാക്കണമെന്ന് കണ്ടപ്പോ കെട്ടാൻ അനുവദിച്ചു. അങ്ങനെ കെട്ടിവെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ അമ്മ പറഞ്ഞു, ഇനി കുറച്ചു നേരം നീ ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞ അമ്മ വേറെ ജോലിയൊക്കെ എടുക്കാന് പോവാണ്. അങ്ങനെ പോകുമ്പോ ഈ ഉരലും കൊണ്ട് ഇങ്ങനെ നടക്കുക കൃഷ്ണൻ. അപ്പൊ അവിടെ വേറൊരു കഥ വരികയാണ്. ഇപ്പൊ കുബേരപുത്രന്മാരായിട്ടുള്ള നളകൂപര മണിഗ്രീവന്മാരുണ്ടായിരുന്നു. കുബേരൻ എന്ന് പറഞ്ഞാൽ അറിയാലേ, ഖജാൻജി, ട്രഷററാണ് ദേവലോകത്ത്. അപ്പൊ ഐശ്വര്യത്താലും ആഭിജാത്യത്താലും ഒക്കെ മതാന്ധരായിട്ട് ഉള്ള മക്കള്, മദ്യമൊക്കെ കഴിച്ചിട്ട് മതാന്ധരായിട്ട് വിവസ്ത്രരായിട്ട് സ്ത്രീകളോടൊന്നിച്ച് ആകാശഗംഗയിൽ ക്രീഡിച്ചോണ്ടിരിക്കണ വേളയില് നാരദ മഹർഷി അവരെ കണ്ടപ്പോഴ് സ്ത്രീകളൊക്കെ വസ്ത്രം എടുത്തു കൊടുത്തു. എന്നിട്ടും ഇവര് രണ്ടുപേരും വസ്ത്രം എടുത്തില്ല. അപ്പോഴ് ഇവരെ ശപിക്കുക എന്ന് വെച്ചാ ഒരു അനുഗ്രഹം പോലെയുള്ള ശാപം തന്നെയായിരുന്നു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഗോകുലത്തിലെ 2 അർജുന വൃക്ഷങ്ങളായി തീരട്ടെ എന്ന്. എന്നാലേ നിങ്ങളുടെ അഹങ്കാരം ശമിക്കുള്ളൂ അല്ലെ. വസ്ത്രം എടുക്കാത്തത് വൃക്ഷങ്ങളൊക്കെയാ അല്ലെ. അപ്പൊ വൃക്ഷമായിട്ട് പോയിക്കോട്ടെ എന്ന്. അപ്പൊ പിന്നെ അവര് കാൽക്കൽ വീണ് ശാപമോക്ഷം ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ദ്വാപരയുഗത്തില് കൃഷ്ണന്റെ ഭഗവാന്റെ ദർശനം നിങ്ങൾക്ക് സിദ്ധിക്കും എന്ന്. അങ്ങനെ അവര് ഗോകുലത്തില് അർജുന വൃക്ഷങ്ങളായിട്ട് തീർന്ന് അവിടെ നിൽക്കുകയായിരുന്നു. ആ ഭഗവാൻ അറിയാലോ ഇവർക്ക് മോക്ഷം കൊടുക്കണം. നാരദ ഭക്തന്റെ, ആ മഹാഭക്തന്റെ, പരമഭക്തന്റെ വാക്ക് സത്യമാക്കണം. ഭക്തവത്സലനാണ് ഭഗവാൻ അല്ലേ. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഉരലും വലിച്ച് അങ്ങ് പോയി. ആ 2 മരങ്ങൾ ചേർന്ന് നിൽക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഉരലും വലിച്ചു ശക്തിയോടെ. അപ്പൊ 2 മരങ്ങളും കടപുഴകി അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു. അതിൽ നിന്ന് 2 ദിവ്യമായിട്ടുള്ള രൂപങ്ങള് ഇങ്ങനെ വരികയാണ്. ദിവ്യ ശോഭയോട് കൂടിയിട്ട് കുബേരപുത്രന്മാര് പുറത്തു വന്നു. ഭഗവത് പാദത്തിലൊക്കെ നമസ്കരിച്ച് സ്തുതിച്ചു. അങ്ങനെ ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട, ഈ ശ്രീപാദ പത്മങ്ങളിലുള്ള അചഞ്ചലമായ ഭക്തി തന്നനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ അത് അനുഗ്രഹിച്ച് അവരങ്ങനെ പോകുന്നതാണ്. അതാണ് ദാമോദര ലീല. ഏറ്റവും എല്ലാവർക്കും അറിയണ കഥ തന്നെയാണ്. എന്നാലും ഇത് ദാമോദര മാസമായതുകൊണ്ട് നമ്മൾ അതൊന്ന് സ്മരിച്ചു എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. 10ാമത്തെ ശ്ലോകം. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിത ബഹവോ ജ്ഞാന തപസാ ഭൂതാമദ്ഭാവമാഗത. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പൊ എന്താ ഭഗവാൻ പറയണത് ഇവിടെ? ഭഗവാനിലെ ശരണം പൂകിയ അനേകം പേര് എന്തിൽ നിന്നൊക്കെ മോചിതരാവും? അങ്ങനെയുള്ളവര് രാഗഭയക്രോധം ഉണ്ടാവില്ല. രാഗം എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ്, ഈ ഭൗതികതയോടുള്ള അറ്റാച്ച്മെന്റ്. ഭയം അല്ലേ, ഇനി എന്താ സംഭവിക്കുക അല്ലേ. കുട്ടികളൊക്കെ പുറത്തു പോയ സേഫ്റ്റിയെ കുറിച്ചിട്ട് ആകാംക്ഷ. അങ്ങനെ പിന്നെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ ക്രോധം. നമ്മൾ പറഞ്ഞു ആസക്തി കാമമാവണു, കാമം പിന്നെ ക്രോധമാവണു എന്നൊക്കെ. അങ്ങനെ അതിൽ നിന്നൊക്കെ മോചിതരാവാന്, അങ്ങനെ മോചിതരായിട്ട് ഭഗവാനിലെ ശരണാഗതി അടഞ്ഞവര് ഭഗവാനെ കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനം ലഭിക്കും അങ്ങനെയുള്ളവർക്ക്. അങ്ങനെയുള്ളവര് ശുദ്ധീകൃതരാവും. എന്നിട്ട് അവര് ഭഗവാനില് ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. അപ്പൊ ഭഗവാനും മനുഷ്യരും തമ്മില് എന്താ വ്യത്യാസം? കൃഷ്ണന്റെ രൂപം ശാശ്വതാണ്. മനുഷ്യന്റെ രൂപമോ നശ്വരമാണ്. കുറച്ചു വർഷം ഇവിടെ ഉണ്ടാവും അല്ലേ, പിന്നെ നശിച്ചു പോവും. ഭഗവാന്റെ ശരീരം ആത്മീയമാണ്, ട്രാൻസെൻഡന്റലാ അല്ലേ, അതീന്ദ്രിയ. നമ്മുടെ ശരീരം ഭൗതിക ശരീരാണ്. ശരീരവും ആത്മാവും ഭഗവാനെ സംബന്ധിച്ച് ഭിന്നങ്ങളല്ല. നമ്മൾക്കത് രണ്ടും ഭിന്നമാണ്. മായയുടെ നിയന്താവാണ് ഭഗവാൻ എന്നുണ്ടെങ്കിൽ നമ്മള് മായയാലെ നിയന്ത്രിതരാണ്. അങ്ങനെ നമ്മളും ഭഗവാനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പിന്നെ മുക്തി എന്ന് പറഞ്ഞ ഇവിടുന്ന് ഈ മോചനം കിട്ടുക 5 തരം മുക്തി ഉണ്ട് എന്നാ. സായുജ്യം, സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സാഷ്ടി. 5 തരം മുക്തികളുണ്ട്.
ഇപ്പൊ ഒരു ഭഗവത് ഭക്തൻ ഈ മുക്തി ഒന്നും, സായുജ്യ മുക്തിയോ ഒന്നുമല്ല ആഗ്രഹിക്കുക, ഭഗവാന്റെ കൂടെ അല്ലെ, ഭഗവത് ധാമത്തില് ഭഗവത് സേവന നിരതനായിട്ട് ഇരിക്കുക, ഭഗവാന്റെ സമീപത്തില്. അതാ ഒരു ഭക്തൻ ആഗ്രഹിക്കുക. ഇവിടുത്തെ ഒരു പിക്ചർ നോക്കൂ, ഇതൊരു കഥയാണ്. ശിശുപാലൻ, സമയമുണ്ടോന്നറിയില്ല, ശിശുപാലനാണിത്. അപ്പോ ഭഗവാന്റെ തന്നെ ബന്ധുവാണ് ശിശുപാലൻ. അപ്പോ രാജസൂയം, യുദ്ധം കഴിഞ്ഞു, പാണ്ഡവര് ജയിച്ചു, യുധിഷ്ഠിരൻ രാജാവായി. രാജസൂയ വേളയില് അഗ്രപൂജയ്ക്ക് ഭഗവാനെ ഇരുത്തിയേക്കുക. അപ്പോഴ് ഈ ശിശുപാലൻ വന്ന് ഭഗവാനെ അവഹേളിച്ചിട്ട് സംസാരിക്കുകയാണ് കുറെ. അപ്പൊ ഈ കുട്ടി ജനിച്ചപ്പോഴ് ഒരു ഒരു അബ്നോർമൽ ആയിട്ട്, അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. 4 കയ്യ്, 2 തല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലുകളൊക്കെ കൂടുതലൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു ശിശുപാലൻ. അപ്പോ ഇങ്ങനെ ഒരു അശരീരി കേട്ടു. ആര് വന്നിട്ട് കുട്ടിയെ എടുക്കുമ്പോഴാണോ ഈ കുട്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ മാറുന്നത്, അപ്പോഴ് ആ ആളുടെ കൈകൊണ്ടാണ് ഈ കുട്ടി മരിക്കാന്ന്. അപ്പൊ അമ്മ എല്ലാരും വരുമ്പോ എടുക്കാൻ കൊടുക്കും. അങ്ങനെ കൃഷ്ണൻ വന്നു ഒരിക്കല്. അപ്പോള് കൃഷ്ണൻ ഈ കുട്ടിയെ എടുത്തപ്പോഴ് ഈ കുട്ടി നോർമൽ ആയിട്ടുള്ള കുട്ടിയായി മാറി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ശ്രീകൃഷ്ണന്റെ കൈ കൊണ്ടാവും എന്റെ മകന്റെ മരണം. അപ്പോഴും അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, മോനെ എന്റെ മകനെ പൊറുക്കണം തെറ്റുകളൊക്കെ. ഉവ്വ അമ്മേ, ഞാൻ അവന്റെ 100 തെറ്റുകളും പൊറുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 100 അല്ല, ആയിരക്കണക്കിന് തെറ്റുകൾ പൊറുത്തു. എപ്പോഴും ഭഗവാനെ അവഹേളിക്കാനാണ് ഈ ശിശുപാലൻ ശ്രമിക്കുക. യാദവ, കാലി ചെറുക്ക എന്നൊക്കെ അപമാനിക്കും. അങ്ങനെ രാജസൂയത്തിന് അഗ്രപൂജയിൽ ഇരിക്കുമ്പോഴും അങ്ങനെ അവഹേളിച്ചപ്പോഴ് ഭഗവാൻ ചക്രം ഉപയോഗിച്ച് അങ്ങനെ ശിശുപാലന്റെ വധം എന്ന് പറഞ്ഞാൽ അതും ഒരു മോക്ഷം തന്നെയായിരുന്നു, ഭഗവാന്റെ കൈ കൊണ്ടായതുകൊണ്ട്. 11 യേ യഥാമാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശ. എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. അപ്പൊ ഭഗവാനെ ഏത് രീതിയിൽ ആരാധിച്ചാലും അതേ രീതിയിൽ അനുഗ്രഹം ഉണ്ടാവും അല്ലെ. ഡിഗ്രി ഓഫ് ഡിവോഷൻ, എങ്ങനെയാണോ നമ്മൾ സിൻസിയർ ആയിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കണേ, അതേപോലെ തിരിച്ചും ഭഗവാൻ അനുഗ്രഹങ്ങള് നമുക്ക് തരും. അത് ഭഗവാന്റെ പ്രോമിസാണ്. ഇപ്പോ ഭക്തൻ ശ്രീകൃഷ്ണനെ ചിലപ്പോ പ്രഭുവായിട്ട്, ചിലര് ആത്മസുഹൃത്തായിട്ട്, ചിലര് പുത്രനായിട്ട്, കാമുകനായിട്ട് ഒക്കെ കരുതിയിട്ട് സ്നേഹിക്കും അല്ലെ. തദനുസൃതമായിട്ട് തന്നെ അഭീഷ്ട സിദ്ധി ഭഗവാൻ നൽകുകയും ചെയ്യും. അപ്പൊ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ഭഗവാനെ ഭജിക്കാം. ചിലവര് കുഞ്ഞായിട്ട്, ചിലവരോ ഭർത്താവായിട്ട്, കാമുകനായിട്ട്, അല്ലെങ്കിൽ ഗുരുവായിട്ട്, പിതാവായിട്ട് ഒക്കെ പല ഭക്തര് പല രീതിയിലാ. അപ്പോ കർമ്മഫല ഇച്ഛയോടെ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ആ ഫലങ്ങളും കിട്ടും. യോഗശക്തികൾ അന്വേഷിക്കുന്നവർക്കോ അതും ലഭിക്കും. അപ്പൊ ഭഗവത് കാരുണ്യത്തെ ആശ്രയിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത് അല്ലെ. കംസനും ശിശുപാലനും ഒക്കെ ഭഗവാനെ ശത്രുവായിട്ട് കണ്ടു. ഭഗവാൻ അവരെ തിരിച്ചും അങ്ങനെയാണ് കണ്ടത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടേരിയുടെ പടമാണ്. അപ്പൊ സംസ്കൃത പണ്ഡിതനും കവിയുമാണ്. ഗുരുവായൂരില് നാരായണീയം രചിക്കുന്ന കാലം ഇത് പൂന്താനാണ്. അവിടെ നാരായണ ഭട്ടേരി സമകാലികര. പൂന്താനവും നാരായണ ഭട്ടതിരിയും സമകാലികര. ഇപ്പൊ പൂന്താനം എന്നുള്ള ഉത്തമ ഭക്തനാണ് ഇത്, എല്ലാവർക്കും അറിയാം അല്ലെ, ഗുരുവായൂരപ്പന്റെ ഉത്തമ ഭക്തൻ. അപ്പൊ അദ്ദേഹത്തിന് വളരെ കാലത്തെ അനപത്യത്തിന് ശേഷം ഒരു മകൻ ഉണ്ടാവുക. അങ്ങനെ കുറച്ചു നാളെ മകൻ ജീവിച്ചുള്ളൂ. അന്നപ്രാശത്തിന്റെ ദിവസം ആ കുഞ്ഞു മരിക്കുകയാണ്. ഇപ്പൊ വിഷമം സഹിക്കാൻ പറ്റണില്ല അല്ലെ. അദ്ദേഹം ഭഗവാനിൽ തന്നെ ശരണാഗതി അടഞ്ഞു. അങ്ങനെ പല രചനകളൊക്കെ നടത്തി. അപ്പൊ അങ്ങനെ അദ്ദേഹം സംസ്കൃത പണ്ഡിതനൊന്നും അല്ല പൂന്താനം. സംസ്കൃത പണ്ഡിതനായിട്ടുള്ളത് മേൽപ്പത്തൂര് നാരായണ ഭട്ടേരിയാണ്, നാരായണീയൊക്കെ രചിച്ചുകൊണ്ടിരിക്കണ വേളയില്. അപ്പോഴ് തന്റെ കൃതികൾ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് തിരുത്തി തരൂ, കറക്ഷൻ ചെയ്തു തരൂ എന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു. അപ്പോഴ് മേൽപ്പത്തൂര് നാരായണ ഭട്ടേരി വലിയ പണ്ഡിതനല്ലേ, പറഞ്ഞു ഇതില് വിഭക്തിയില്ല എന്ന് പറഞ്ഞു മടക്കി. ദുഃഖിതനായി പൂന്താനം.
അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ ഇതൊക്കെ കത്തിച്ചു കളയാനേ കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മേൽപ്പത്തൂരിന് സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവുകയാണ്. നിന്റെ ഭക്തിയേക്കാള് എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ്, നിന്റെ വിഭക്തിയേക്കാളും എനിക്ക് ഇഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്ന്. പിന്നെ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി വന്നിട്ട് തെറ്റൊക്കെ മാപ്പൊക്കെ പറഞ്ഞു പൂന്താനത്തിന്റെ അടുത്ത്. ഹരേ കൃഷ്ണ. 13ാമത്തെ ശ്ലോകം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക. എന്താ ഭഗവാൻ പറയണത്? പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു അല്ലെ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ളത്. അപ്പോ അതും കർമ്മങ്ങളും ഗുണങ്ങളും തദനുസൃതങ്ങളായിട്ടുള്ള കർമ്മങ്ങള്. ഓരോ ഗുണത്തിന്റെയും പ്രഭാവത്തിനനുസരിച്ചാണ് ഓരോരുത്തരും കർമ്മങ്ങൾ ചെയ്യാം. അപ്പോ ആ ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിയിട്ട് മനുഷ്യ സമൂഹത്തിനെ 4 വർണ്ണങ്ങളായിട്ട് 4 ആയിട്ട് ഭഗവാൻ സൃഷ്ടിച്ചു വർണ്ണങ്ങള്. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ്, ഭഗവാനല്ല. കാരണം അവരുടെ ഗുണം കർമ്മം അനുസരിച്ചാണ് അവര് ഈ വിഭാഗത്തിൽ വരുന്നത്. അതിലിപ്പോ ബ്രാഹ്മണൻ, 4 വർണ്ണങ്ങള്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നാണ്. അപ്പൊ ഈ ബ്രാഹ്മണൻ, ഇവിടെ ബ്രാഹ്മണരെ കാണുന്നുണ്ട് അല്ലെ? ബ്രാഹ്മണര് എന്താ? വൈദിക ജ്ഞാനം സമ്പാദിക്കുക, യജ്ഞങ്ങള് യാഗങ്ങളൊക്കെ നടത്തുക, വിദ്യ പറഞ്ഞു കൊടുക്കുക അല്ലെ? ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവര് ബ്രാഹ്മണര്. അവര് സാത്വിക ഗുണത്തിൽ വരുന്നവരാ. പിന്നെ ക്ഷത്രിയര് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അർജുനൻ ക്ഷത്രിയനാണ്. ഭരണ കാര്യങ്ങള് നടത്തുക, അതുപോലെ അധർമ്മത്തിനെതിരായിട്ട് പടപൊരുതുക, അതൊക്കെ ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാര് വേണമെങ്കിൽ പറയാമല്ലേ ക്ഷത്രിയര്. പിന്നെ ഇവിടെ 3ാമത് ഇവര് എന്താ ചെയ്യാ? ഇവര് വൈശ്യര് എന്ന് പറഞ്ഞാൽ അവര് കച്ചവടം, കൃഷി, അങ്ങനെയൊക്കെ വാണിജ്യം അതൊക്കെ ചെയ്യണവര്. ഇവര് ഈ ക്ഷത്രിയര് എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിലുള്ളവരാ. ഈ വൈശ്യരെ പറഞ്ഞ വാണിജ്യം ഒക്കെ കച്ചവടമൊക്കെ ചെയ്യണവര് രജോ ഗുണം ഉണ്ടാവും, തമോ ഗുണം ഉണ്ടാവും. അവർക്ക് മിക്സ് ആക്കിയിട്ടാ. പിന്നെ ഇവിടെ വൈശ്യര് ഇവർക്ക് വേണ്ട എല്ലാ സേവനവും ചെയ്യും. അതുപോലെ അഗ്രികൾച്ചർ തൊഴിലാളി വർഗമാണ്. അവർക്ക് തമോ ഗുണമായിരിക്കും കൂടുതൽ. അങ്ങനെ ആ ഗുണം അതുപോലെ അവരുടെ പ്രവൃത്തി അനുസരിച്ച് 4 വിഭാഗങ്ങളെ സൃഷ്ടിച്ചു ഭഗവാൻ. 14 നമാം കർമാണി ലിംബന്തി നമേം കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യത്തെ. കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പൊ എന്താ ഇവിടെ ഭഗവാൻ പറയണത്? എല്ലാ കർമ്മങ്ങളും ഉണ്ട് അല്ലെ? പക്ഷേ ഭഗവാന് ഒരു കർമ്മങ്ങളും ബാധിക്കില്ല, ബന്ധനം ഉണ്ടാവണില്ല. കർമ്മഫലത്തിൽ ഇച്ഛയും ഭഗവാനില്ല. അങ്ങനെയുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കുക, ഭഗവാനെ കുറിച്ചുള്ള ആ സത്യം മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരും കർമ്മഫലങ്ങളാല് പിന്നെ ബന്ധിക്കപ്പെടില്ല. അത് എന്താ പറയണേ? ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമ്മൾ പ്രാപ്തമാക്കിയാല് നമ്മളും പിന്നെ കർമ്മബന്ധനത്തിൽ പെടുന്നില്ല എന്നാണ്. ഹരേ കൃഷ്ണ. ഭഗവാന് എല്ലാം ഭഗവാനാണ്, ഭഗവാനാൽ നിയന്ത്രിതമായതാണ് അല്ലെ? ഇപ്പൊ പ്രധാനമന്ത്രിക്ക് എല്ലാ സംസ്ഥാനത്തൊന്നും പോകേണ്ടതില്ല, എന്നാൽ എല്ലായിടത്തും നിയന്ത്രണ അധികാരമുണ്ട്. അതുപോലെയാണ് ഭഗവാൻ ഭഗവാന്റെ ഡ്യൂട്ടി ദേവന്മാർക്കും ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നാ മതി. അല്ലാണ്ട് ഭഗവാൻ ഈ കർമ്മഫലോ ഇച്ഛയോ അല്ലെങ്കിൽ കർമ്മമായിട്ടുള്ള ബന്ധനമോ ഒന്നും ഭഗവാനില്ല. ഇപ്പോ നമ്മുടെ ഹോം അഫയേഴ്സ് ഒക്കെ ദുർഗാദേവിയാ, ഫൈനാൻസ് ഒക്കെ കുബേരനാ നോക്കണേ അല്ലെ? ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സരസ്വതി ദേവിയാ. അങ്ങനെ ഓരോരോ പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ നോക്കൂ.
ഭീഷ്മദേവൻ അല്ലെ യുദ്ധക്കളത്തിലാണ്. അപ്പൊ ഭീഷ്മരിങ്ങനെ തുരുതുരാ അസ്ത്രങ്ങൾ അയക്കുകയാണ്. അർജുനന് തല പൊക്കാൻ പറ്റണില്ല. അർജുനന്റെ കിരീടം വീണുപോയി. അർജുനന് അമ്പെയ്യാൻ കൂടെ പറ്റുന്നില്ല. അത്രയ്ക്കധികം ഭീഷ്മരിങ്ങനെ അമ്പെയ്തോണ്ടിരിക്കുക അർജുനന്റെ നേരെ. അപ്പോഴ് ശ്രീകൃഷ്ണൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് വധിക്കാൻ വേണ്ടി, ഭീഷ്മ പിതാമഹനെ വധിക്കാൻ വേണ്ടിയിട്ട് ഓടാണ്. അപ്പോഴ് അർജുനൻ പറഞ്ഞു, അരുത്, അങ്ങ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ ഭഗവാൻ എന്താ പറയണേ, അത് കുഴപ്പമില്ല, എന്റെ വാക്ക് ഞാൻ തെറ്റിക്കും. പക്ഷെ എന്റെ ഭക്തനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ അന്ന് പറഞ്ഞു, നിന്നെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും കൃഷ്ണ എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ചക്രം എടുത്തു വരുന്നത് എന്ന്. അങ്ങനെ ഭക്തവത്സലനായിട്ടുള്ള ആ ഭഗവാൻ അല്ലെ, ഭക്തന്റെ വാക്ക് സത്യമാക്കും, എപ്പോഴും സ്വന്തം വാക്കൊക്കെ തെറ്റിക്കും. അതാണ് ഇവിടെ സന്ദർഭം. ഹരേ കൃഷ്ണ. 34-ാമത്തെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ശ്ലോകാണ്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ എന്താണ് ധർമ്മം? തു സാക്ഷാത് ഭഗവത് പ്രണീതം അല്ലെ, ഭഗവാനാണ് ഈ ധർമ്മം എന്ന് പറഞ്ഞാല് അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ നേരിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ധർമ്മമാർഗം. ജ്ഞാനസിദ്ധി ഉണ്ടാവാൻ എന്താ ധർമ്മത്തിൽ ചരിക്കാൻ എന്താ വേണ്ടേ? ജ്ഞാനം വേണം. അപ്പൊ ജ്ഞാനസിദ്ധിക്ക് നമ്മൾ എന്ത് വേണം? വിശ്വാസ്യനായിട്ടുള്ള ഒരു ആചാര്യനെ സമീപിക്കണം. പൂർണ്ണ സമർപ്പണത്തോടെ ഗുരുവിനെ സ്വീകരിക്കണം. ഭൃത്യനെ പോലെ സേവിക്കണം. ആധ്യാത്മിക ഗുരുവിന്റെ സംതൃപ്തിയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിയുടെ രഹസ്യം എന്ന് പറയണത്. വിനയം ഉണ്ടാവണം നമുക്ക്. സത്യ അന്വേഷണത്തിനുള്ള ത്വര ഉണ്ടാവണം. ദുരഭിമാനം ഒന്നും പാടില്ല. ഗുരു കുറെ പരീക്ഷണങ്ങളൊക്കെ ശിഷ്യനോട് ചെയ്യും, അതിലൊക്കെ വിജയിക്കണം. അപ്പോഴാണ് ഗുരു ജ്ഞാനം നൽകി അനുഗ്രഹിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഗുരു മുമ്പിൽ വന്ന് പെടും അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയണേ? ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ചിട്ട് നമ്മള് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അതല്ലാതെ ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ എൻ്റെ അടുത്ത് കുറെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്വയം വായിച്ചത് കൊണ്ടായില്ല. നമ്മൾ ഒരു ഗുരുവിന്റെ ആശ്രയം തന്നെ തേടണം. അദ്ദേഹത്തിന് വിനയപൂർവം അദ്ദേഹത്തോട് ചോദിച്ചറിയണം, അദ്ദേഹത്തിനെ സേവിക്കണം. ആ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കും? ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാളാണ്, സത്യം കണ്ടറിഞ്ഞ ഒരാളായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനം ഉപദേശിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ അടുത്ത് നമ്മള് ശരണാഗതി ചെയ്ത് ജ്ഞാനം ആർജിക്കണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. അതാ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇവിടെ പിക്ചർ നോക്കൂ. സാന്ദീപനി മഹർഷിയാണ്. കൃഷ്ണനും ബലരാമനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് പഠിക്കാൻ പോയത് നമുക്കറിയാം അല്ലെ. 64 ദിവസം വിദ്യ അഭ്യസിച്ചു. ഭഗവാനെ അറിയേണ്ടതായിട്ട് ഒന്നുമില്ല. പക്ഷെ ലോകമര്യാദ അനുസരിച്ച് അല്ലെ, മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ മാതൃകയാവാൻ വേണ്ടി ഗുരുകുലത്തില് ചേർന്ന് പഠിച്ചു. അതാ ഇവിടെ കാണിച്ചത്. ഹരേ കൃഷ്ണ. 40-ാമത്തെ ശ്ലോകം. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തിന പരോ ന സുഖം സംശയാത്മന. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വര അവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല. അപ്പൊ ഇവിടെ എന്താ പറയണത്? ധർമ്മശാസ്ത്രങ്ങള് നമ്മളുടെ അല്ലെ, ശാസ്ത്രഗ്രന്ഥങ്ങളെയൊക്കെ സംശയത്തോടെ വീക്ഷിക്കും. അവര് അജ്ഞരും അവിശ്വാസികളുമായിരിക്കും. അവർക്ക് ഒരിക്കലും ഈശ്വര അവബോധം ലഭിക്കില്ല അല്ലെ. ഭഗവാനില് വിശ്വാസം ഉണ്ടാവണം അല്ലെ. ഭഗവാന്റെ വാണിയില് ശ്രദ്ധ എന്നാ പറയാ. സംസ്കൃതത്തിലെ വാക്ക് ശ്രദ്ധ എന്നാ. ശ്രദ്ധ എന്ന് വെച്ചാ ഭഗവാനില്, ഭഗവാന്റെ വാക്കുകളില് ഒക്കെ വിശ്വാസം ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് കൃഷ്ണാവബോധം ലഭിക്കുള്ളൂ.
അല്ലേ ഭഗവാനെ കുറിച്ചുള്ള അവബോധം ലഭിക്കുള്ളൂ. അല്ലാതെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്നത്, ഇവിടെ പറഞ്ഞു അല്ലേ, സംശയാത്മാ വിനശ്യതി എന്നാ പറഞ്ഞിരിക്കണേ. സംശയത്തോടെ വീക്ഷിക്കുന്നവര് അജ്ഞരും അവിശ്വാസികളുമായിരിക്കും. അവർക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കില്ല, അവര് അധപ്പതിക്കും. സംശയാലുവായിട്ടുള്ള ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ഉണ്ടാവില്ല, ഇവിടെയും ഉണ്ടാവില്ല, മരണശേഷവും ഗതി ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. ഇവിടെ ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി വധിക്കുന്നതാണ് അല്ലെ. ഹിരണ്യകശിപുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രഹ്ലാദൻ ചെറിയ കുട്ടിയാ, പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛാ ഇങ്ങനെയല്ല, മനസ്സ് മാറ്റണം എന്നൊക്കെ കേട്ടില്ല. നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങള് അതൊക്കെ ത്യജിക്കണം, എന്നാലേ ശ്രേയസ് ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പൊ ധർമ്മശാസ്ത്രങ്ങളിൽ അത്യുത്തമമായിട്ടുള്ള ഭഗവത്ഗീത പലർക്കും അതിൽ വിശ്വാസം ഇല്ല, അതല്ലെങ്കിൽ ശ്രീകൃഷ്ണനിൽ വിശ്വാസം ഇല്ല. അവർ ഈ ലോകത്തിലും ഒരു നന്മയും കണ്ടെത്തുന്നില്ല, പരലോകവും അവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. ശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ വിശ്വാസത്തോടെ അനുസരിക്കേണ്ടതാണ്, എന്നാലാണ് നമുക്ക് മുക്തി പ്രാപ്യമാവുള്ളൂ. ഇപ്പോ നമ്മുടെ ശാസ്ത്രങ്ങളില് ഈശ്വരനില് ഒക്കെ സംശയമുള്ളവർക്ക് നാശമാണ് ഉണ്ടാവുക, ഹിരണ്യകശിപുവിനെ പോലെ. 41 യോഗസംന്യസ്ത കർമാണാം ജ്ഞാനസം ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. എന്താ പറയണേ? ഭഗവാൻ സ്വയം അരുളി ചെയ്ത ആ ഗീതോപദേശം അത് അതേപടി അനുസരിക്കണം നമ്മള്. അങ്ങനെയുള്ള വ്യക്തി അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ കാരുണ്യത്താല് എല്ലാ സംശയങ്ങളിൽ നിന്നും മുക്തരാവും എന്നാണ്. അങ്ങനെയുള്ള ഒരാള് ആത്മനിഷ്ഠനായി കഴിയും എന്നാണ്. കർമ്മബന്ധനങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള ആളായി മാറും അയാള്. നമ്മൾ എന്താ വേണ്ടേ? പ്രാർത്ഥന ചെയ്യുക, ഭക്തിയുത സേവനം, സത്സംഗം, ഇതൊക്കെ വേണം അല്ലെ. ഈ ഭൗതികതയില് ആസക്തമായിട്ട് ഇങ്ങനെ ഇരുന്നാല് ആനന്ദം കിട്ടില്ല ഒരിക്കലും അല്ലേ. ഓ ഇവിടെ എന്താ പറയണേ? ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നറിയാൻ സാധിക്കും അല്ലെ. അപ്പോ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടുക. അപ്പോഴും സംശയം, അതുവരെ ഭഗവാൻ ഉണ്ടോ, ഭഗവാൻ അങ്ങനെയാണോ, അതൊന്നും പറയുമ്പോ വിശ്വാസം വരുന്നില്ല അല്ലെ. അങ്ങനെയുള്ളവർക്ക് സംശയാത്മാ വിനശ്യതി അല്ലെ. സംശയമുള്ളവർക്ക് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് പുരോഗമനം ഉണ്ടാവില്ല. അല്ലാത്തവർ മാത്രാണ് ഭക്തിയില് ഉയർന്നുയർന്നു പോകുള്ളൂ. അങ്ങനെ കർമ്മഫലങ്ങളാല് ബന്ധിക്കപ്പെടുകയുമില്ല. ഹരേ കൃഷ്ണ. 42 തസ്മാദജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മന ചിത്വൈനം സംശയം യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത. അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ടറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ എന്ന്. ഇപ്പൊ എന്താ പറയണേ? അജ്ഞാനം കൊണ്ടാണ് നിനക്ക് സംശയം, വിഷാദം ഒക്കെ ഉണ്ടായത് അർജുന. ഇപ്പോ ഈ ജ്ഞാനമൊക്കെ, അതീന്ദ്രിയമായിട്ടുള്ള അറിവ് ഞാൻ നിനക്ക് പകർന്നു തന്നപ്പോഴ് നിനക്ക് സംശയങ്ങളൊക്കെ മാറിയില്ലേ? അപ്പൊ സംശയങ്ങളെയൊക്കെ ജ്ഞാനത്തിന്റെ വാള് കൊണ്ട് അറുത്തിട്ട് നീ യോഗനിഷ്ഠനായിട്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ പറയാണ്. ഇപ്പോ നമ്മള് എപ്പോഴും കൃഷ്ണ എപ്പോഴും നമ്മൾ എന്താ വേണ്ടത്? ഭഗവാൻ അറിവ് സമ്പാദിക്കണം അല്ലെ. നമ്മൾ അതാ ആദ്യം നമ്മൾ സ്തുതിക്കുന്നുണ്ട്, ഭഗവാനെ സ്തുതിച്ചിട്ടാ നമ്മൾ ക്ലാസ്സിലേക്ക് കയറണത്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അപ്പോ അജ്ഞാന തിമിരം പിടിച്ചിരിക്കുക, നമ്മളുടെയൊക്കെ കണ്ണിന് കാഴ്ചയില്ല അജ്ഞാനത്താല്. അപ്പോ അജ്ഞാനത്തിന്റെ അല്ലെ
ജ്ഞാനാഞ്ജന ശലാഖ, ആ വിളക്ക്, ആ പ്രകാശം കിട്ടുമ്പോ നമുക്ക് അജ്ഞാനമൊക്കെ മാറും അല്ലെ? സൂര്യൻ വരുമ്പോ അന്ധകാരം മാറുന്ന പോലെയാ. ആ അറിവ് വരുമ്പോ ആ അറിവില്ലായ്മ, അജ്ഞതയൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോവും അല്ലെ? അതിനൊരു ഗുരുവാണ് നമ്മളെ സഹായിക്കണത്. അപ്പൊ ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത ഒക്കെ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ. ആ, അർജുനന് മുമ്പ് ഭഗവാൻ ആർക്കാണ് ഗീത ഉപദേശിച്ചത്? വിവസ്വാന്. അതെ. ശിഷ്യ പരമ്പരയിലെ ആദ്യത്തെ 3 പേർ ആരല്ല? മനു, ഇക്ഷാകു, പിന്നെ രാജർഷിമാർ. അല്ലല്ല, ശ്രീകൃഷ്ണന്റെ പരമ്പരയെ ചോദിക്കണേ. ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ. മനു ഇക്ഷാകു അല്ലല്ല. അല്ലല്ല, മറ്റേ പരമ്പര കാണിച്ചിട്ടില്ലേ? പരമ്പരയിലത്തെ ശിഷ്യ പരമ്പര. ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ. ഓ ശരി ശരി, വ്യാസൻ. അപ്പൊ ഈ മനു, ഇക്ഷാകു അതൊക്കെ പിന്നെ അത് ഭഗവത്ഗീതയുടെ പൂർവകാല ചരിത്രം പറഞ്ഞതാ. ഓ ഓ ശരി ശരി ശരി. അർജുനൻ എന്തുകൊണ്ടാണ് ഉപദേശിക്കാൻ കാരണം? അർജുനന് ഭക്തനും മിത്രവുമായതുകൊണ്ടാണ്. ഭക്തനും ശിഷ്യനുമായതുകൊണ്ടാണ്. ഭക്തനുമാണ്, ശിഷ്യനുമാണ്, മിത്രവുമാണ്. അതുകൊണ്ടാണ്. അതെ, ഭക്തനുമാണ്, ശിഷ്യനുമാണ്. വിവസ്വാന് ഭഗവത്ഗീത ഉപദേശിച്ചത് എങ്ങനെയെന്ന് അർജുനൻ ചോദിച്ച ചോദ്യത്തിന് ഭഗവാൻ നൽകുന്ന മറുപടി: എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അതെ, എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അതല്ലേ? അതെ. എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്? അല്ല, അതിനു മുൻപ് ഒരെണ്ണം കൂടെ ഉണ്ട്. ഭഗവാൻ തന്റെ അവതാരത്തെ പറ്റി പറയുന്ന ശ്ലോകം. അത് 6ാമത്തെ ശ്ലോകം. 6ാമത്തെ ശ്ലോകം. സംഭവാമി ആത്മമായയാ എന്ന് പറയുന്നുണ്ട്. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ അതല്ല, 6ാമത്തെ ശ്ലോകമാണ് അതിന്റെ ആൻസർ. അവതാരത്തെ പറ്റി ഈശ്വരോ. 6ാമത്തെ ചോദ്യത്തിന് ആൻസർ എപ്പോഴാണ് ഭഗവാൻ? 5ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 6ാമത്തെ ശ്ലോകമാണ്. ഓ, ഭഗവാൻ തന്റെ അവതാരത്തെ പറ്റി പറയുന്ന ശ്ലോകം 4-7. 4-6. 4-6 ആണോ? എപ്പോഴാണ് ഭഗവാൻ? ധർമ്മസ്യ അതാണോ? സംഭവാമി ആത്മമായയാ എന്നുള്ളതാണ്. ഇനി 6ാമത്തെ ചോദ്യം, എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്? എപ്പോഴാ? എപ്പോൾ എവിടെ ധർമാചരണത്തിന് ഭഗവാൻ അവതരിക്കുന്നു. അതെ. 7 എങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അവതരിക്കുന്നത്? എങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഭഗവാൻ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ സംഭവിക്കാനും. അല്ലെ? അതെ, 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുഗത്തോറും ഭഗവാൻ അവതരിക്കുന്നു. ഭക്തന്മാരെ രക്ഷിക്കാൻ, പിന്നെ ദുഷ്കൃതികളെ നശിപ്പിക്കാൻ, നിഗ്രഹിക്കാനും, ധർമ്മം പുനഃസ്ഥാപിക്കാൻ യുഗത്തോറും ഭഗവാൻ അവതരിക്കുന്നു. 8 കലിയുഗത്തിലെ ഭഗവാന്റെ രഹസ്യ അവതാരം ചൈതന്യ മഹാപ്രഭു. അതെ, ചൈതന്യ മഹാപ്രഭു. 4 വർണ്ണങ്ങൾ ഏതൊക്കെയാ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ബ്രാഹ്മണർ സത്വഗുണ പ്രധാനികളായിട്ട് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ.
ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തില്. ഗുണങ്ങളുടെയും രജോ ഗുണ പ്രധാനമുള്ളവർ ഭരണാധികാരത്തിലുള്ള ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തില്. വൈശ്യർ രജോ ഗുണവും തമോ ഗുണവും, ശൂദ്രർ തമോ ഗുണ പ്രധാനികളായി തൊഴിലാളികളായിട്ട്. അതെ. ഇനി ശ്ലോകം 4:34 എന്താ പറഞ്ഞേ? ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കാൻ ഉപദേശിക്കുന്നത്. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. കാരണം അദ്ദേഹം സത്യത്തെ കണ്ടറിഞ്ഞ വ്യക്തിയായിരിക്കും അല്ലെ. ആത്മസാക്ഷാത്കാരം ലഭിച്ച അദ്ദേഹം അതിന് പ്രാപ്തനാണ്. ജ്ഞാനോപദേശത്തിന് പ്രാപ്തനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ വിനയത്തോടെ സേവനം ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കണം. അങ്ങനെ ജ്ഞാനം നേടണം. അതാ 34-ാമത്തെ ശ്ലോകം അതാ പറയണം. ഇനി എന്തെങ്കിലും 5 തരം മുക്തികള്: സായുജ്യം, സാമീപ്യം, സാലോക്യം, 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 സാമീപ്യം, സാഷ്ടി. സാമീപ്യം എഴുതി. സാമീപ്യം എഴുതിയോ? പിന്നെ സായുജ്യം, സാമീപ്യം, സാരൂപ്യം, സാരൂപ്യം എഴുതിയോ? സാരൂപ്യം, സാമീപ്യം, സാഷ്ടി. സാഷ്ടി. സായുജ്യം, സാമീപ്യം, സാരൂപ്യം, സാഷ്ടി. സാലോക്യം ഉണ്ട്. സായുജ്യം, സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സാഷ്ടി അല്ലേ? അതെ. സാഷ്ടി. സാഷ്ടി. സായുജ്യം, സാമീപ്യം, സാരൂപ്യം, സാഷ്ടി. പിന്നെന്താ? 5 ഉള്ളൂ. സായുജ്യം, സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സാഷ്ടി. സായുജ്യം എന്ന് പറഞ്ഞാല് ആ ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കണതാണ്. സാലോക്യം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ലോകത്ത് ഭഗവാനോട് ഒന്നിച്ചു വസിക്കാൻ സാധിക്കുക എന്നുള്ളതാ. സാരൂപ്യം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ അതേ രൂപം. ഇപ്പൊ വൈകുണ്ഠത്തില് 4 കൈകളായിട്ടുള്ള ഭഗവാനായി ആ രൂപമാണെങ്കിൽ അതേ രൂപം. അതല്ല ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്യാമസുന്ദര രൂപനായിട്ടാണെന്നുണ്ടെങ്കിൽ അതേ രൂപം കൈക്കൊള്ളാൻ നമുക്ക് അത് സാധിക്കും. അതാ സാരൂപ്യം. സാമീപ്യം എന്ന് പറഞ്ഞാലും ഭഗവാന്റെ അടുത്ത്. അതിപ്പോ ഭഗവാന്റെ രൂപത്തിലാവണം എന്നില്ല. പുല്ലുകളായിട്ടോ ചെടി കൊടികളായിട്ടോ എന്താ പറയാ സുരഭി പശുക്കളായിട്ടോ ഒക്കെ നമുക്ക് അവിടെ ഭഗവാന്റെ സമീപത്തില് ജീവിക്കാൻ സാധിക്കുക. സാഷ്ടി പറഞ്ഞാല് ഭഗവാന് ഷഡൈശ്വര്യ പരിപൂർണനാണ് എന്ന് പറഞ്ഞു. ആ ഭഗവാന്റേതായ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടെ ഇരിക്കാൻ സാധിക്കുക. അതാണ് സാഷ്ടി. സാലോക്യം പറഞ്ഞില്ലേ? സാലോക്യം എന്ന് പറഞ്ഞ ഭഗവാന്റെ ലോകത്ത്, ലോകത്തിൽ. സാലോക്യം. സാരൂപ്യം രൂപം, ഭഗവാന്റെ രൂപത്തില്. സായുജ്യം ആ ബ്രഹ്മജ്യോതിയില് ലയിക്കുക. ഭഗവാന്റെ ആ പ്രകാശത്തില് ലയിച്ചു ചേരാനേ പറ്റുള്ളൂ. ഭഗവാന്റെ ലോകത്തില്, ഭഗവാന്റെ സമീപത്ത്, ഭഗവാന്റെ ദിവ്യ ജ്യോതിസില്, ഭഗവാന്റെ രൂപത്തില്. സാഷ്ടി ഭഗവാന്റെ സകല ഐശ്വര്യങ്ങളോടോ ഒന്നിച്ച് എല്ലാം. വേറെ കുബേരനും ഒന്നര. ഏതാ? കുബേരന്റെ നളകുമാരനും 2 കുബേരന്മാര്. നളകുബേർ, മണിഗ്രീവ്. നളകുബേര, മണിഗ്രീവൻ. 12 ആദിത്യന്മാരും മാതാജി. 12 ആദിത്യന്മാരുണ്ട്. അത് വിവസ്വാൻ, പൂഷാവ്, ത്വഷ്ടാവ്, പർജന്യ, മിത്ര, അര്യമ, ധാത, വരുണ, അംശ, ഭോഗ, ഇന്ദ്ര, വിഷ്ണു. വിവസ്വൻ, സ്വാഷ്ടാവ്, ആര്യമാൻ, അര്യമ, ധാത, വരുണ, അംശ, വരുണൻ, അംശ, ഭുഗ, ഇന്ദ്ര, വിഷ്ണു.
ഇനി എന്തെങ്കിലും? പകുതി പേരെയൊന്നും കാണുന്നില്ല. പലരും വീഡിയോ ഓൺ ആക്കുന്നില്ല അല്ലെ? ഓണാവണില്ല മാതാജി, ഓണാക്കാനേ പറ്റണില്ല. അതെയോ? ഓണാക്കുമ്പോ യു കനോട്ട് സ്റ്റാർട്ട് യുവർ വീഡിയോ ബിക്കോസ് ദ ഹോസ്റ്റ് ഹാസ് ഡിസബിളേറ്റഡ് ഇറ്റ്, ഇങ്ങനെ കാണിക്കണ. പിന്നെന്താ ചെയ്യണം? വീഡിയോ അങ്ങനെ പകുതി ഇങ്ങനെ കാണിക്കണം. എന്താ ജൂലി മാതാജി അങ്ങനെ കാണിക്കണേ? അറിയണില്ല. ഞാൻ ജയലക്ഷ്മി മാതാജി. അല്ല, ജൂലി നമ്മുടെ അഡ്മിനോട് ചോദിച്ചത് തന്നെയാണ്. ചോദിക്കാണ് അല്ലേ? വീഡിയോ അവർക്ക് വീഡിയോ ഓൺ ആവണില്ല. അതെന്താ? യു കനോട്ട് സ്റ്റാർട്ട് യുവർ വീഡിയോ ബിക്കോസ് ദ ഹോസ്റ്റ് ഹാസ് ഡിസേബിൾഡ് ആക്കിയിട്ടില്ല. ഇല്ലല്ല, ഹോസ്റ്റ് ഡിസേബിൾ ആക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. പറ്റി നോക്കാം. കൈതട്ടിയേക്കാണ്. നോക്കട്ടെ. ഒന്നും കൂടി നോക്കട്ടെ. ഇപ്പൊ ആയില്ലോ. ഹോസ്റ്റ് ഡിസേബിൾ ആക്കുന്നില്ല ഒരിക്കലും. അങ്ങനെ എഴുതി കാണിക്കുന്നു. ഇനി എന്റെ പേര് മാറ്റാൻ പറ്റില്ല. പേര് മാറ്റാൻ പഠിച്ചില്ലേ ഇതുവരെ? പേര് കൊടുത്തു, അത് പോണു, പിന്നെയും പോണു. അത് നിക്കണേ ഇല്ല. ഗാലക്സി ആയിട്ടുള്ള നടക്കുന്ന പേരൊന്ന് പറയാമോ? ജയലക്ഷ്മി. ജയലക്ഷ്മി. മൊബൈൽ നമ്പർ പറയണോ? ജയലക്ഷ്മി ഉണ്ടോ? പേര് പറഞ്ഞാൽ മതി. മൊബൈൽ നമ്പർ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ജയലക്ഷ്മി ഉണ്ട്. പക്ഷെ കേറിയത് വേറൊരു മൊബൈൽ നമ്പറിലായോണ്ടാ നമുക്ക് അറിയാഞ്ഞത്. മൊബൈൽ നമ്പർ ഇപ്പൊ പറയാം. ഒരു മിനിറ്റ്. മൊബൈൽ നമ്പർ വേണ്ട. വേണ്ട. മൊബൈൽ നമ്പർ ജയലക്ഷ്മിയുടെ ഉണ്ട്, കയ്യിലുണ്ട്. ഇപ്പൊ മാതാജിയുടെ പേര് മാറിയല്ലോ. പേര് മാറ്റി ഞാൻ. ഇപ്പൊ ജയലക്ഷ്മി എന്നായി. അത് ഈ സൈഡില് 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്താ കൊടുത്താ മതി. പക്ഷെ നാളെ കേറുമ്പോ വീണ്ടും ചെയ്യണം. ഇവിടെ ശരിയാക്കാൻ പറ്റണില്ല. നാളെ കേറുമ്പോ വീണ്ടും ചെയ്താ മതി. അതുപോലെ ഇവിടെ ഒരു പ്രഭുവിന്റെ അങ്ങനെ ഉണ്ട് അല്ലേ? പേര് കിട്ടി. ബാബു കുണിത്തറ എന്ന് പറഞ്ഞ പ്രഭു. ആ പ്രഭുവിന്റെ പേര് മാറ്റി കേറാൻ പറ്റുമോ പ്രഭു? ജയലക്ഷ്മിയുടെ നമ്പർ ഒന്ന് തരുവോ? തരാലോ. 9947895198. ഞാനൊന്ന് പറയട്ടെ. 9947895198. പ്രഭുവിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. മാതാജിയുടെ പേരെന്താ? എന്റെ പേര് ബിന്ദു. പ്രഭുവിന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം. പക്ഷെ നാളെ കേറുമ്പോ വീണ്ടും മാറ്റണം. എന്താ? 3 പേരുണ്ട് മാതാജി. ഒരു സിയോമി എന്ന് പറഞ്ഞൊരു മൊബൈൽ, അങ്ങനെ 2 പേര്. ഈ സിയോമി ആരാ? സിയോമി പറയൂ, ആരാണ്? അവനവന്റെ പേരിൽ കേറിയ കുറച്ചും കൂടെ. മൊബൈലിന്റെ കോഡാണത്. അതെ, സ്വന്തം പേരിൽ കേറുമ്പോ അറ്റൻഡൻസ് എടുക്കാനും ഒക്കെ എളുപ്പാണേ. അതാ ഇതില് തന്നെ ഫസ്റ്റ് ഭാഗവതം ക്ലാസ്സിൽ ഈ പേരിൽ തന്നെ കയറിയത്. പിന്നെ എങ്ങനെ പോയി വെച്ചത്? ഭാഗവതം ക്ലാസ്സിലുണ്ട്, അതില് ഈ പേര് തന്നെയായിരുന്നു. പിന്നെ ഗാലക്സി. അവനവന്റെ ആ പേരിന്റെ നേരെ 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോ റീനെയിം കിട്ടും. ആ റീനെയിം അടിച്ചു കൊടുത്താൽ മതി. ഡോട്ടും കാണുമല്ലേ? ലാപ്ടോപ്പിലെ കാര്യാട്ടോ ഞാൻ പറയണേ. ഫോണിൽ എങ്ങനെയാന്ന് അറിയില്ല. അത് മൊബൈലില്ല. ഡോട്ട് കാണാനില്ല. ജൂലി മിനി മാതാജി ഫോണിൽ എങ്ങനെയാ ഉണ്ടാവുക? ഞാൻ എന്റെ വീഡിയോ ഇടാം മാതാജി. വീഡിയോ ഇന്ന് ഞാൻ ഇടാം, ഗ്രൂപ്പിലിടാം. ഈ സിയോമിയും പേര് മാറ്റി കേറണം കേട്ടോ. സ്വന്തം പേരിൽ അത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. ഹരേ കൃഷ്ണ. അപ്പൊ നാളെ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ.